എല്ലാവർക്കും നമസ്കാരം. ഞാൻ റമീസ് അലി. ഞാനിപ്പോൾ മൈസൂർക്ക് ഇങ്ങനെ പോകുന്ന വഴിയിലാട്ടോ. മൈസൂരിൽ നമ്മുടെ ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോജക്റ്റാണ്. അതായത് ഞാനിപ്പോൾ ഇത്രയും കാലം ചെയ്തതിൽ ഏറ്റവും ചെറിയ പ്ലോട്ടിലുള്ള ഒരു വീട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 1.5 സെന്റ് ലാൻഡിൽ ഞാൻ ഏകദേശം 2 സെന്റ് വരെ ഡിസൈൻ ചെയ്യുന്ന കോയമ്പത്തൂരിൽ നമ്മൾ പ്രോജക്റ്റ് 2 സെന്റിലാണ് നടക്കുന്നത്. പക്ഷേ ഇത് 1.5 സെന്റേ ഉള്ളൂ. 1.5 സെന്റ് ലാൻഡിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് ഡിസൈൻ ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1.5 സെന്റിൽ നമ്മൾ എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തിട്ടുള്ള ഒരു വീട് ആണ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് കാർ പാർക്കിംഗ്. ഈ പ്ലോട്ടിന് അത്തരം നമുക്കൊരു കാർ പോർച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്ലയൻറ്റ് റിക്വയർമെൻ്റ് ആയിട്ട് നമ്മളെടുത്ത് പറഞ്ഞത് അവർക്കൊരു 3 BHK വീട് വേണം എന്നുള്ളതായിരുന്നു ഇനീഷ്യലായിട്ട് നമ്മളോട് പറഞ്ഞത്. ഒരു 3 BHK വീട്, ഗ്രൗണ്ട് ഫ്ലോറിൽ കാർ പാർക്കിംഗ് വേണം, ഫോമൽ ലിവിങ് വേണം, ഡൈനിങ് വേണം, കിച്ചൺ വേണം, ഒരു പൂജ സ്പേസ്, കോമൺ ബാത്റൂം ഒക്കെ അടങ്ങുന്ന രീതിയിൽ ആയിരുന്നു അവരുടെ റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു 3 ബെഡ്റൂംസ് ആയിരുന്നു നമ്മൾ ഇനീഷ്യലി നമ്മളോട് ക്ലയൻറ്റ് പറഞ്ഞിരുന്നത്. 3 ബെഡ്റൂം ഒക്കെ വേണമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ 1.5 സെന്റിൽ ഇതൊക്കെ പാടും ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിൽ ബെഡ്റൂം ഇല്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഫോമൽ ലിവിങ്, ഡൈനിങ്, കിച്ചൺ, അത്തരത്തിൽ പൂജ സ്പേസ്, കോമൺ ബാത്റൂം ഒക്കെ നമ്മൾ കൊടുത്തു. സ്റ്റേറിൻ്റെ താഴെ കോമൺ ബാത്റൂം ഒക്കെ കൊടുത്തു. ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബെഡ്റൂം, 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം, പിന്നെ ഒരു ബാൽക്കണി, ഒരു സ്റ്റഡി, ഒരു ഓഫീസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി സ്പേസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ഒക്കെ കൊടുത്തു. പിന്നെ സെക്കൻഡ് ഫ്ലോറിൽ നമ്മളൊരു ബെഡ്റൂം, ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം, വേണമെങ്കിൽ 1-2 ബെഡ്റൂം ഒക്കെ സെക്കൻഡ് ഫ്ലോറിൽ എടുക്കാം. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മളൊരു ആക്സസ് കൊടുത്തു. അങ്ങനെ സെക്കൻഡ് ഫ്ലോറിൽ ബെഡ്റൂം പ്ലാൻ ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കഷൻസ് ഒക്കെ വന്ന് നമ്മുടെ ക്ലയൻറ്റ് പറഞ്ഞാൽ പിന്നെ നമുക്ക് 2 ബെഡ്റൂം ആക്കാം. തൽക്കാലം 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസും ഗ്രൗണ്ട് ഫ്ലോറിലെ സൗകര്യങ്ങളും. പിന്നെ ഫ്യൂച്ചർ വേണമെങ്കിൽ അവർക്ക് മുകളിലേക്ക് ഇനി 2 ബെഡ്റൂം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബെഡ്റൂം ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആണെങ്കിൽ ഒരു 4 BHK ആക്കി മാറ്റാം, അല്ലെങ്കിൽ ഒരു 3 BHK ആക്കി മാറ്റുന്ന രീതിയിലൊക്കെയാണ് നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പം അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ സൈറ്റ് മൈസൂർ സിറ്റിയുടെ ഒരു ഹൃദയഭാഗം എന്നൊക്കെ പറയുന്ന നല്ലൊരു ഏരിയയിലാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത്. അതുകൊണ്ട് തന്നെ പ്ലോട്ടിനൊക്കെ നല്ല വിലയാണ് അവിടെ. അപ്പോൾ 1.5 സെന്റ് ലാൻഡിൽ വീട് നിർമ്മിക്കുക എന്നുള്ള നമ്മുടെ ക്ലയൻറ്റ് ഡിസൈഡ് ചെയ്തത് അതുകൊണ്ടാണ്, നല്ല വിലയായതുകൊണ്ടാണ്. പിന്നെ അവൈലബിലിറ്റി നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് പുള്ളിക്കാരൻ്റെ സ്ഥലം അവിടെ, പുള്ളിക്കാരൻ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് അവിടെ ഒരു വീടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു വീട് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു 1.5 സെന്റിൽ നമ്മളിത് എങ്ങനെ മാനേജ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് എങ്ങനെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും കർണാടകയിലും ഈ ഒരു സെറ്റ് ബാക്കിൻ്റെ ഇഷ്യൂസ് ഇല്ല. നമുക്ക് ഇത്ര മീറ്റർ വിടണം, അടുത്തുള്ള പ്ലോട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ 1 മീറ്റർ വിടണം. പക്ഷെ അവിടെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത പ്ലോട്ടിനോട് ചേർന്ന് തന്നെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ വിട്ടിട്ടുണ്ട്, ഫ്രണ്ട് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ വിട്ടു, 2 സൈഡിലും നമ്മൾ വിട്ടിട്ട് അതുവഴി നമ്മൾ വെന്റിലേഷൻസ് ഒക്കെ കൊടുത്ത് മാനേജ് ചെയ്തു. പുറകുവശത്ത് ഓൾറെഡി നമുക്ക് അവിടെ ഓൾറെഡി ഉള്ള ബിൽഡിങ്ങിൽ നിന്നല്ല അത്യാവശ്യം ഒരു സ്പേസ്, ഒരു സെറ്റ് ബാക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലോട്ട്, നമ്മളെ വീട് അടുപ്പിച്ച് കെട്ടിയാൽ പോലും അവിടെ ഒരു സെറ്റ് ബാക്ക് കിട്ടുന്ന പോലെ തന്നെയാണ് വരിക. അപ്പോൾ ലിറ്ററലി പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് എന്തായാലും സെറ്റ് ബാക്ക് ഇല്ല, വീട് ചേർന്നാണ് നിൽക്കുന്നത്, അടുത്ത പ്ലോട്ടിനോട് ചേർന്ന് അത്തരത്തിലാണ് ചെയ്തത്. 3 സൈഡിൽ ഏകദേശം നമുക്ക് സെറ്റ് ബാക്ക് കിട്ടുന്ന പോലെ വെന്റിലേഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി സൈറ്റ് പോയിട്ട് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് വിശ്വനന്ദന പാർക്ക്. ഈ പാർക്കിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ട് ഉള്ളത്. അപ്പം ഇതാണ് റോഡ് വരുന്നത്. നമ്മുടെ വീട് ഫേസ് ചെയ്യാൻ പോകുന്നത് സൗത്തിലേക്കാണ്. ഈ സൗത്ത് ഡയറക്ഷനിലൂടെയാണ് ഈ റോഡ് പോകുന്നത്. നമ്മുടെ പ്ലോട്ട് വരുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ പ്ലോട്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ വീട് ഫേസ് ചെയ്യാൻ പോകുന്ന സൗത്തിലേക്കാണ്. സൗത്തിലൂടെ റോഡ് പോകുന്നുണ്ട്. ഇവിടെ നല്ല കാറ്റുണ്ട്. ഇപ്പം കാറ്റ് കൂടുതൽ ഈ പ്ലോട്ടിലേക്ക് വരുന്നത് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്നാണ്. സൗത്ത് ഈസ്റ്റിലും സൗത്ത് വെസ്റ്റിലും വരാറുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ 1.5 സെന്റ് പ്ലോട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നിയറസ്റ്റ് നമ്മുടെ നെയ്ബേഴ്സിൻ്റെ വീടുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അതായത് ഒറ്റ വിൻഡോസ് ഇല്ല ഈ ഡയറക്ഷനിലേക്ക്.
അതായത് ഇവിടെ സെറ്റ് ബാക്സ് അങ്ങനെ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല നമുക്ക്. അത്തരത്തിലാണ് ഇവിടെ അധിക വീടുകളും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ കേസിൽ നമ്മളിവിടെ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ബാക്സ് എന്തായാലും ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ അതെങ്ങനെ കൊടുക്കാമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ നമ്മുടെ കിച്ചൺ വരുന്ന ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇവിടെയാണ്. അപ്പോൾ ഈ കിച്ചണിന് എന്തായാലും ഒരു എൻട്രി ഡോർ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഈസ്റ്റ് സൈഡിൽ സെറ്റ് ബാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ഈ ഒരു നമ്മൾ അതിര് വരുന്ന ഇവിടെയാണ്, ഇവിടെ ഒരു ചെറിയ സെറ്റ് ബാക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത്തരത്തിൽ നമ്മൾ സെറ്റ് ബാക്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിലും പിന്നെ ഫ്രണ്ട് സൈഡിലും നമ്മൾ സെറ്റ് ബാക്സ് കൊടുത്തിട്ടുണ്ട്. ആ സൈഡിൽ അതായത് നമ്മളെ നെയ്ബറിൻ്റെ ഇവിടെ നമുക്ക് ഓൾറെഡി ഇവരൊരു സെറ്റ് ബാക്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുറച്ച് സെറ്റ് ബാക്ക് ലഭിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ സെറ്റ് ബാക്ക് കൊടുത്തില്ല. നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു അവരുടെ സെറ്റ് ബാക്ക് നമുക്കൊന്ന് അത് യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ ഭാഗത്ത് നമ്മൾ സെറ്റ് ബാക്ക് ഒന്നും കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. അതാണ് നമ്മൾ സെറ്റ് ബാക്സ് എങ്ങനെ നമ്മളിവിടെ കൊടുക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ. ഇവിടെ ഏത് തരം ഫൗണ്ടേഷൻ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കോളംസ് കംപ്ലീറ്റ്ലി നമ്മൾ കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ എക്സെൻട്രിക് ആയിരിക്കും കോളംസ് അധികം വരും. കാരണം നമ്മൾ ഓൾറെഡി കോളംസ് അറിയാമല്ലോ, കോളംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആക്ച്വലി ഫ്രണ്ട് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കോളംസ് കൊടുക്കേണ്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി റബിൾ ഫൗണ്ടേഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ പിന്നെ കോളംസ് ചെയ്യാൻ വിചാരിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളം ഫൂട്ടിങ് ചെയ്യുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഓൾറെഡി ഇവിടെ നെയ്ബറിൻ്റെ വീടുള്ളതുകൊണ്ട് തന്നെ ഫൂട്ടിങ്ങിൻ്റെ നടുക്കായിട്ടാണ് കോളം സാധാരണ രീതിയിൽ വരാറുള്ളത്. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ എക്സെൻട്രിക് ആയിട്ടായിരിക്കും ഫൂട്ടിങ് വരാം. അപ്പോൾ അത് ബിൽഡിങ്ങിന് അത്ര നല്ലതല്ല എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പോലെ തന്നെ നോർമൽ റബിൾ ഫൗണ്ടേഷൻ കൊടുക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിൻ്റെ ആവശ്യമുള്ളൂ. കാരണം സോയിൽ നല്ല സ്ട്രോങ് ആണ്, അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള സോയിലാണ്. അപ്പോൾ റബിൾ ഫൗണ്ടേഷനാണ് നമ്മളിവിടെ തീരുമാനിച്ചത്. പക്ഷെ നമ്മളൊരു RCC ബെഡ് ചെയ്തു. ഇത് RCC ആണ്, ഇതിനകത്ത് റീബാർസ് ഉണ്ട്. ഒരു RCC ബെഡ് ചെയ്തതിന് ശേഷം റബിൾ ഫൗണ്ടേഷൻ ചെയ്യാമെന്നാണ് നമ്മൾ ഫൗണ്ടേഷൻ്റെ കേസിൽ തീരുമാനിച്ചത്. പിന്നെ നമ്മളെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നത് ഒരു കാർ പോർച്ച് വേണം എന്നുള്ളതായിരുന്നു. പിന്നെ കിച്ചൺ, ഒരു സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടൊരു ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റ് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. സ്റ്റെയർ കേസിന് താഴെ ഞങ്ങൾ കോമൺ ടോയ്ലറ്റ് കൊടുത്തത്. പിന്നെ ഒരു ഫോമൽ ലിവിങ്. അപ്പോൾ അതെങ്ങനെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ ഒരു സൈഡിലായിട്ട് എൻട്രി കൊടുക്കാൻ തീരുമാനിച്ചു. എൻട്രി ഗേറ്റ് വരും. പിന്നെ ഇവിടെ കാർ പോർച്ച് ഇവിടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ സിറ്റൗട്ട് ഇവിടെ വരും. സിറ്റൗട്ട് നേരെ ഫോമൽ ലിവിങ്ങിലേക്ക് എൻട്രി. പിന്നെ അവിടെ ആ ഭാഗത്തായിട്ട് സ്റ്റെയർ കേസ് കൊടുക്കാം. സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ട് കോമൺ ടോയ്ലറ്റ്. പിന്നെ ഇവിടെ ഒരു കിച്ചൺ, ഒരു ചെറിയ പൂജ റൂം എന്ന് പറയാൻ പറ്റില്ല, ഒരു പൂജ സ്പേസ് കൊടുക്കാം. അത്തരത്തിലാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ ലേഔട്ട് സെറ്റ് ചെയ്തത്. ഫസ്റ്റ് ഫ്ലോറിൽ പിന്നെ 2 ബെഡ്റൂംസ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം ഇനീഷ്യലി ഒരു 3 BHK ആയിരുന്നു. അപ്പോൾ നമുക്ക് അതിനുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ ബെഡ്റൂംസ് കൊടുക്കാൻ എന്തായാലും നമുക്ക് സ്പേസ് ഇല്ല. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ബെഡ്റൂം എടുക്കണമെങ്കിൽ കാർ പോർച്ച് നമ്മൾ ഒഴിവാക്കണം. കാർ പോർച്ച് എന്തായാലും വെക്കാൻ തീരുമാനിച്ചു. പിന്നെ മുറ്റൊന്നും ഒക്കെ കുറവാണല്ലോ, അപ്പോൾ ഒരു കാർ പോർച്ച് ഉള്ളത് നല്ലതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ഡിസൈഡ് ചെയ്തു 2 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസിലേക്ക് പോകാം. പിന്നെ ഒരു ചെറിയൊരു സ്റ്റഡി ഏരിയ കൊടുത്തു, ഒരു ബാൽക്കണി നമ്മൾ കൊടുത്തു. ഫ്രണ്ട് സൈഡിലേക്ക് ഒരു ബാൽക്കണി കൊടുത്തു. അപ്പോൾ നല്ല കാറ്റൊക്കെ വീടിനകത്തേക്ക് കയറാനായിട്ട് ആ ബാൽക്കണി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ സെക്കൻഡ് ഫ്ലോറിലേക്ക് നമ്മൾ എൻട്രി കൊടുത്തു. സ്റ്റെയർ കേസ് കണ്ടിന്യൂ ചെയ്ത് സെക്കൻഡ് ഫ്ലോർക്ക് ഇറങ്ങാം. അവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻ ഫ്യൂച്ചറിൽ വേണമെങ്കിൽ 1-2 ബെഡ്റൂംസ് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. വേണമെങ്കിൽ അതൊരു 4 BHK ആയിട്ട്. സെക്കൻഡ് ഫ്ലോർ ഒക്കെ ഇവിടെ സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഫ്ലോർ 2 ബെഡ്റൂംസ് അല്ലെങ്കിൽ 1 ബെഡ്റൂംസ് ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഗാർഡൻ ഒക്കെ ആയിട്ട് സെക്കൻഡ് ഫ്ലോർ നമ്മളെ ടെറസ് ഏരിയ യൂട്ടിലൈസ് ചെയ്യാം. കാരണം നമുക്ക് മുറ്റം കുറവാണ്. അപ്പോൾ നമ്മളെ റൂഫ് മുറ്റമായിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടാണ് നമ്മൾ ഓവറോൾ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ടോട്ടൽ ഏരിയ വരുന്നത് 1495 സ്ക്വയർ ഫീറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീടിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. നമ്മളെ പ്രൊജക്ട്സിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പോയിട്ടൊക്കെ ഇവിടെയൊക്കെ നടക്കുന്നു, ഏതൊക്കെ പോയിട്ട് നടക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് ആക്സസ് ചെയ്യാം. വെബ്സൈറ്റിൽ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഫർദറായിട്ട് ഇനിയും അപ്ഡേറ്റ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റിയുള്ള സ്റ്റേജ് വൈസ് അപ്ഡേറ്റ് വീഡിയോസൊക്കെ ഞാൻ ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ.